ഇസ്രായേൽ, യുക്രൈൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് $94 ബില്യൺ അനുവദിച്ചുള്ള വിദേശ ധനസഹായ ബില്ലിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ രാജ്യങ്ങൾക്ക് സൈനിക സഹായം വരെ ഉറപ്പാക്കുന്ന ബില്ലിലാണ് ബൈഡൻ ഒപ്പുവെച്ചത്. ലോക സമാധാനത്തിനുള്ള നല്ല ദിനമെന്ന് ബൈഡൻ ഈ നടപടിയെ വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹം സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് അമേരിക്കയെ സുരക്ഷിതമാക്കുമെന്നും ബൈഡൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. 34,000-ലധികം ഫലസ്തീനികളെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന് അമേരിക്ക ധനസഹായവും സൈനിക സഹായവും നൽകുന്നതിനെതിരെ US-ലടക്കം വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അമേരിക്കൻ നേതാക്കളുടെയും ജനങ്ങളുടെയും വികാരങ്ങളെ പാടെ അവഗണിച്ചാണ് ബൈഡന്റെ ധിക്കാര നടപടിയെന്നോർക്കണം. ഇറാൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇസ്രായേലിന് ബൈഡൻ ഭരണകൂടത്തിൻ്റെ അധിക ധനസഹായം. ഇസ്രായേലിനോടുള്ള എൻ്റെ പ്രതിബദ്ധത ഞാൻ വീണ്ടും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിൻ്റെ സുരക്ഷ നിർണായകമാണെന്നാണ് ബൈഡൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഫലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തിയതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേൽ പ്രതിയാണെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ബൈഡന്റെ നടപടിയെ ധിക്കാരപരമെന്ന് വിശേഷിപ്പിക്കുകയാണ് ലോക നേതാക്കൾ. ഫലസ്തീൻ സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുന്ന, അവരെ പട്ടിണിക്കിടുന്ന, അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് ശതകോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ അയക്കുകയാണ് US കോൺഗ്രസും പ്രസിഡന്റ് ജോ ബൈഡനും. ഇത് മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള പുരോഗമന ജൂത ഗ്രൂപ്പായ ഇഫ് നോട്ട് നൗ ഒരു പ്രസ്താവനയിൽ പരാമർശിച്ചത് ഇപ്രകാരമാണ്: പ്രസിഡന്റ് ജോ ബൈഡൻ ഈ രാജ്യത്തിന്റെ ആത്മാവിനെ വഞ്ചിച്ചിരിക്കുന്നു. വെടിനിർത്തലിനെ വളരെയധികം പിന്തുണയ്ക്കുകയും ഇസ്രായേലിനുള്ള ധനസഹായത്തെ നിരുപാധികം എതിർക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ജനതയുടെ താൽപ്പര്യങ്ങളെ അദ്ദേഹം അവഗണിച്ചിരിക്കുകയാണെന്നും കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഡയറക്ടർ നിഹാദ് അവദ് കുറ്റപ്പെടുത്തി. US സെനറ്റർ ബെർണി സാൻഡേഴ്സ് ഇസ്രായേലിന് ധനസഹായം നൽകിയുള്ള അമേരിക്കൻ നടപടിയെ ശക്തമായി അപലപിക്കുകയും ഇത് US സെനറ്റിന്റെ ഇരുണ്ട ദിനമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. വലതുപക്ഷ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഗസയ്ക്കെതിരായ യുദ്ധത്തിന് വാഷിംഗ്ടൺ ഫണ്ട് അനുവദിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഗസയിലെ പാർപ്പിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു. ഗസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം തകർത്തു. ഗസയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നു. ഇനിയെങ്കിലും മതിയാക്കൂ എന്നാണ് ബെർണി സാൻഡേഴ്സ് പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചത്. ഇസ്രായേലിന് ധനസഹായം നൽകുന്നതിനെതിരെ US കോൺഗ്രസിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ലോകമെമ്പാടുമുള്ള മാനുഷിക സഹായത്തിനായി $9 ബില്യൺ നീക്കിവെക്കുകയാണെന്നും അവയിൽ ചിലത് ഗസയിലേക്ക് പോകാമെന്നും ബൈഡൻ വിശദമാക്കുന്നുണ്ട്. ഭക്ഷണം, മെഡിക്കൽ സപ്ലൈസ്, ശുദ്ധജലം എന്നിവയുൾപ്പെടെയുള്ള സഹായങ്ങൾ ഉടനടി എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സഹായമെല്ലാം ഫലസ്തീനികൾക്ക് കാലതാമസമില്ലാതെ എത്തുന്നുവെന്ന് ഇസ്രായേൽ ഉറപ്പാക്കണമെന്നും ബൈഡൻ നിർദ്ദേശിച്ചു. ഫലസ്തീനികൾക്ക് ഭക്ഷണം നിഷേധിച്ച് ക്രൂരമായ നടപടികളിലേക്കൊക്കെ ഇസ്രായേൽ സൈന്യം കടന്നതിൻ്റെ വാർത്തകൾ ലോക ജനത കണ്ടതും കേട്ടതുമാണ്. ഇത്തരം നിഷ്ഠൂരമായ പ്രവൃത്തികളുമായി മുന്നോട്ടു പോകുന്ന സയനിസ്റ്റുകൾ അമേരിക്കയുടെ ഈ നിർദ്ദേശങ്ങളെ തള്ളുമെന്ന് സാക്ഷാൽ ബൈഡനു തന്നെ ബോധ്യമുണ്ടാവണം. മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നവരാണ് തങ്ങളെന്ന് സ്വയം മേനി നടിക്കുന്ന US നേതൃത്വത്തിൻ്റെ വെറും പ്രഹസനമെന്നു മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനാവൂ. ഇസ്രായേലിൻ്റെ ഉപരോധത്തെയും ആക്രമണങ്ങളെയും തുടർന്ന് ഭക്ഷണത്തിനും അവശ്യ സാധനങ്ങൾക്കും ഗസക്കാർ വൻ ക്ഷാമം നേരിടുന്നുണ്ട്. ഗസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നതിനെ ഇസ്രായേൽ സൈന്യം വ്യാപകമായി നിയന്ത്രിച്ചു പോരുകയാണ്. 2 ദശലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം പട്ടിണിയിൽ പൊറുതിമുട്ടുന്നു. ഇസ്രായേലി സർക്കാർ കൂടുതൽ സഹായം അനുവദിക്കുകയും പ്രദേശത്തെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തില്ലെങ്കിൽ ഗസയിലെ ആക്രമണത്തിനുള്ള പിന്തുണ വാഷിംഗ്ടൺ പുനഃപരിശോധിക്കുമെന്ന് ബൈഡൻ ഇസ്രായേലിനെ ശാസിച്ചു. അതും ബൈഡന്റെ മറ്റൊരു പ്രഹസനം മാത്രം. ആ ശാസനകളെയെല്ലാം അവഗണിച്ച് ഇസ്രായേൽ ഉപരോധവുമായി മുന്നോട്ടു പോവുകയും ഗസയിൽ ആക്രമണം 10 മടങ്ങ് ശക്തമാക്കുകയും ചെയ്യുകയാണ്. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിക്ക് സമീപമുള്ള കുഴിമാടങ്ങളിൽ നിന്ന് 300-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്.
ഗസയിലെ ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യയെ അപലപിക്കാൻ US ഇനിയും തയ്യാറാവുന്നില്ല. ഇറാനെതിരായ സംഘർഷത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ബൈഡൻ ഊന്നിപ്പറയുന്നുണ്ട്. ഇറാനെതിരെയും അവർ പിന്തുണയ്ക്കുന്ന ഭീകരർക്കെതിരെയും സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് ആവശ്യമായതെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് പറയുകയാണ് ബൈഡൻ.